സർഗാത്മകത എന്ന സംഭവം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അറിയാതെ രീതിയിൽ ചെയ്യുന്ന പ്ലാൻ ചെയ്യാൻ പറ്റുമോ? പ്ലാൻ ചെയ്യുന്നവരുണ്ടോ അല്ലേ? ഒരു കഥ മനസ്സിലുണ്ടെ പെട്ടെന്ന് എഴുതുന്നവരുണ്ട്, ചിലപ്പോൾ സ്പോട്ടിൽ വരുന്നവരുണ്ട്, ചിലപ്പോൾ സ്പോട്ടിൽ ആൾക്കാർ പാട്ട്. നിങ്ങളിപ്പോ ചിലപ്പോ എപ്പോഴാണ് ആ തോട്ട് വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരും. പാട്ടൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലൊക്കെ നമുക്ക് വരികൾ വരും. അപ്പൊ ഞാൻ അത് എനിക്ക് തോന്നുന്നു AJ ചാനൽ എന്ന് പറഞ്ഞ നമ്മളൊരു കൂട്ടുകാരനെ ആണ് വിളിക്കുന്നത്, അതിന് കമൽ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ, അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ല, അത് മോശമാണ്, അദ്ദേഹം എവിടെ കിടക്കും, ഞാൻ എവിടെയോ കിടക്കുന്നു. അപ്പൊ പറഞ്ഞ് അല്ല, നിങ്ങൾ വ്യത്യസ്തമായിട്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതായതാണ്. എന്തായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം? നടനായിട്ടാണോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കലാകാരൻ? എനിക്ക് നടൻ. എന്റെ ആ എബോട്ടിൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത് ഭാവിയിൽ ഒരു എഴുത്തുകാരനാകും. അതിന് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാ ചെയ്യും. പക്ഷെ വലിയ എന്താ പറയാ, വലിയ സ്റ്റാർ വാല്യൂ അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാരും അത്യാവശ്യം അറിയാം, ഇതും കൊണ്ട് ജീവിച്ചു പോകും. അതാണ് എന്റെ. അവര് സ്റ്റാറുമാണ് നടന്മാരുമാണ്. അതെ അതെ, അവര് ലെജൻസ് ആണ്. രണ്ടും വേണ്ടായിരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അത് പ്രേക്ഷകർ നടന്മാര് മാത്രമാണ്. അതെ, ബിസിനസ്സിനാണ് നമുക്ക് സ്റ്റാർഡം. പ്രശസ്തി പണമൊന്നും ബിസിനസ്സിനാണ് നമുക്ക് ശരിക്കും സ്റ്റാർഡം വേണം. മറ്റൊരാൾക്ക് ഇപ്പം വിജയ് വെച്ചിട്ട് ഒരു പടം ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബിസിനസ് ആവും. മനസ്സിലായോ? പുള്ളി നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് ചെയ്യും. പുള്ളി അദ്ദേഹത്തിന്റെ പഴയ പടമൊക്കെ അടിപൊളിയല്ലേ. അപ്പം സിദ്ദിഖ് പറഞ്ഞു ഇവിടെ മമ്മൂട്ടി പോലെ നടന്നുമാണ് താരമാണ്. പക്ഷെ വിജയ് അവരുടെ താരം മാത്രമേ മാറുക. താരം ഉള്ള ആള് ചിലപ്പം സിനിമ ഒരു കലാരൂപമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടാണ് തോന്നുന്നത്? അല്ല, സിനിമ ഒരു കലാരൂപമാണ്. ബിസിനസ്സുമാണ് എല്ലാം. ബിസിനസ് ഇല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപം നിലനിൽക്കില്ല. ഇപ്പൊ എന്തെടുത്താലും അതിന്റെ അകത്ത് നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ടല്ലേ ഈ ബ്ലഡിനായിട്ട് എന്നെ ചേർത്ത. അത് ശരിക്കും പറഞ്ഞ ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു, വിനീതേട്ട നമുക്ക് ഈ ഡിസ്റ്റൻസ് ഫ്രം ലൈഫ് ഇറങ്ങിയിരിക്കുന്നു, വിനീതേട്ടൻ വേറെ വർക്ക് പ്ലാൻ ചെയ്യുന്നു. അപ്പം പെരേര എന്റെ ഫ്രണ്ട് ആണല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ, പെരേര ആറാട്ടെണ്ണ എനിക്ക് അറിയാം, നമുക്ക് കമ്പനി ഉണ്ട്, എന്നാ പെരേരെ വിളിക്കാൻ പറഞ്ഞു. പെരേര വിളിച്ചിട്ട് അണ്ണന്റെ റോളൊന്നും പ്ലാൻ ചെയ്തില്ല. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു നമുക്ക് അണ്ണൻ വിളിച്ചാൽ വരുമോ എന്നോട് ചോദിച്ചു. അണ്ണന് പൈസ ഒക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച അണ്ണൻ വരും, ഒരു പോലും മേടിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു, വന്നു. പുള്ളി ഒരു ഭയങ്കര തന്ത്രം പ്രയോഗിച്ചു. എന്നോട് പറഞ്ഞത് ഇതാണ് സാധനം സീൻ. ഞാൻ ഞെട്ടിപ്പോയി. അത് ഭയങ്കരമായിട്ട് വൈറലായി. ആ പോസ്റ്റർ തന്നെ ഡോക്ടർ ക്രോം സ്റ്റോറി ഇട്ടായിരുന്നു. ആ പോസ്റ്റർ തന്നെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആക്ട്രസ് ആയിട്ടുള്ള. അതെ അതെ, അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത അത് ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യുന്നത് അത് കഥാപാത്രമല്ലേ? അത് കഥാപാത്രമാണ്. ഞാൻ ആരെയില്ല ചെയ്തത്. എന്നോട് പറയാൻ. പക്ഷെ ചേട്ടനെ പോലെ ചെയ്തൊരു കഥാപാത്രം പലർ ഇടയ്ക്കും ഉണ്ട്. പലരെ റൂമിലേക്ക് വിളിക്കുന്നു, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അത് ചെയ്തപ്പോ ഞാൻ ഒരുപാട് വിമർശനം നേരിട്ടു. എന്തിനാണ് ഇങ്ങനെ? പക്ഷെ അത് കഥാപാത്രമല്ലേ? സിനിമകളിലെ നടന്മാര് ന്യൂഡായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അത് കഥാപാത്രമല്ലേ? അത് കഥാപാത്രം. ഇതും കഥാപാത്രം. ഇത് മോശമായിട്ടൊന്നും കേരളത്തിലെ ആൾക്കാർക്ക് ഒരു കലാപരമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സിനിമാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേട്ടില്ല. കേരളത്തിലെ ആൾക്കാർക്ക് സിനിമാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കലാവിദ്യ ഒരു അതിനെ കുറിച്ച് ആ ഒരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആസ്വാദനത്തിന് വിദ്യാഭ്യാസം വേണമെന്നില്ല. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം അല്ല, അങ്ങനത്തെ ഒരു ബോധമുണ്ടോ ഇവിടുത്തെ ആൾക്കാർക്ക്? നല്ല ബോധമുണ്ട്. പക്ഷെ സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യം എന്താണ്? സിനിമയിൽ ലോജിക്ക് ആരും അത്രയ്ക്ക് നോക്കത്തില്ല, ആരും നോക്കൂല. ഇപ്പൊ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് വാനപ്രസ്ഥം സിനിമയിൽ ലോജിക്ക് ഇല്ല. ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ മരിച്ചു വേണം. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, സിനിമ ഒരു കലാരൂപമാണ്, അതിന് യുക്തി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ നോക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പം ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട്. അതേപോലെ ഒരു വ്യക്തി അനുസരിച്ച് മാറും. പക്ഷെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ മലയാളിയെ പോലെ ഒരു പ്രേക്ഷകരെ എങ്ങും കിട്ടൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് പറയും, നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ നന്നാന്ന് തന്നെ പറയും. ഇപ്പം ഞാനിപ്പം വേറെ കേസുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ഉള്ള കാര്യം തുറന്നു പറയുന്ന പ്രസാദനമുണ്ട്. എന്നെ ചീത്ത വിളിക്കും, നല്ല രീതിയിൽ ചീത്ത പറയും. എന്നോട് പറയും നീ നാളെ ഒരു കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, നമ്മളോട് സ്നേഹമുണ്ട്, ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് പറയാം, എടാ ബ്രൈറ്റെ പോരാ കേട്ടോ, ആ വർക്ക് കൊള്ളത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റും. പ്രസാദനെ സംബന്ധിച്ച് പ്രസാദൻ പിന്നെ ഞങ്ങളെ മോളിക്കുട്ടിയൊക്കെ ആണെങ്കിലും ഉള്ള കാര്യം പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയാം, ഇത് പോരാ കേട്ടോ ബ്രൈറ്റ്. നിങ്ങൾ പ്രായോഗികമായി കുറച്ചുകൂടെ സ്റ്റാർട്ട് ബിസിനസ് ആസ്പെക്ട് നോക്കണം.
അതൊരു സമയമുണ്ടല്ലോ, ആ സമയം ഇപ്പം എന്നെ കുറച്ചു പേർക്ക് അറിയാം. അതിന് കാരണം ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേരയാണ്. അവരെ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ ആൾക്കാർ അറിഞ്ഞത്. പക്ഷെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ കുറെ വേണു ഭരത്ഗോപിയൊക്കെ അടുത്ത് ലാലേറ്റ മുമ്പ് പോലെയാണ്. അവര് അഭിനയവും ചെയ്തു, നടന്നുമാണ്, ഒപ്പം സ്റ്റാറുമാണ്, രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ എന്താ പറയാ, ഈ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര രൂപ വന്നാലും ഞാൻ മേടിച്ചോണ്ടോ, എനിക്ക് അങ്ങനെ ഇത്ര രൂപ വേണമെന്ന് ഡിമാൻഡ് ഒന്നും ഞാൻ പറയാറില്ല. അതുകൊണ്ട് ഞാൻ 2020 തന്നെ അടുപ്പിച്ച് 5 ഷോർട്ട് ഫിലിമും വെബ് സീരീസ് അടക്കം 5 വർക്ക് അടുപ്പിച്ച് ചെയ്തു. അവാർഡ് കിട്ടിയില്ലേ മറ്റേ? അത് കിട്ടിയായിരുന്നു. അത് എല്ലാരും പറഞ്ഞ കള്ളത്തിലാന്ന്. പക്ഷെ അവിടെ പോവാഞ്ഞത് കൊണ്ടാ, നേരിട്ട് ചെല്ലാഞ്ഞത് കൊണ്ടാ അതിന്റെ ഫെസ്റ്റില് പങ്കെടുത്തില്ല.